പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 8 ചാപ്റ്റർ 1 പേജ് നമ്പർ 16 ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ ക്യൂബ് റൂട്ട്സ് ഓഫ് 27,000 ആൻഡ് 10,648. ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും ക്യൂബ് റൂട്ട്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് 27,000 ക്യൂബ് റൂട്ട്സ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ക്യൂബ് റൂട്ട്സ് കണ്ടുപിടിക്കുന്നത്? 27,000 നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയിട്ട് അതിൽ ഓരോ പ്രൈം ഫാക്ടേഴ്സും 3 ടൈംസ് വെച്ച് വേണം അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് നമ്മൾ എഴുതും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തതാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 27,000 ചെയ്യുന്നു. അപ്പോൾ ഇത് ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 2 2 1 ടൈം, 7 2 3 ടൈംസ്, 3 2s are 6. അപ്പോൾ ആ 6നെ 7ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. 7 - 6 is 1. ആ 1 നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ഡിജിറ്റിന് കൊടുക്കുന്നു. അപ്പോൾ അത് 10 ആകുന്നു. 10 2 5 ടൈംസ്. ബാക്കി 2 സീറോസും നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു. എഗെയിൻ 2. 13 2 6 ടൈംസ്, 6 2s are 12. 13 - 12 is 1. ആ 1നെ നമ്മൾ 5ന് കൊടുക്കുന്നു. അപ്പോൾ അത് 15 ആവും. 7 2s are 14. 15 - 14 is 1. ആ 1 നമ്മൾ അടുത്ത സീറോയ്ക്ക് കൊടുക്കുന്നു. 5 2s are 10. അടുത്ത സീറോ നമ്മൾ അതേപോലെ എഴുതുന്നു. എഗെയിൻ 2. 3 2s are 6. 3 2s are 6. 7 - 6 is 1. ആ 1 നമ്മൾ 5ന് കൊടുക്കുന്നു. അടുത്തത് 7 2s are 14. 15 - 14 is 1. ആ 1 നമ്മൾ സീറോയ്ക്ക് കൊടുക്കുന്നു. 5 2s are 10. ഇനി അടുത്ത് നമുക്ക് എത്ര കൊണ്ട് ചെയ്യാം? അടുത്ത് നമുക്ക് 3 കൊണ്ട് ചെയ്യാം അല്ലേ. 3 കൊണ്ട് 1 × 3 3, 1 × 3 3, 3 × 2 6. 7 - 6 is 1. ആ 1 നമ്മൾ 5ന് കൊടുക്കുന്നു. അപ്പോൾ 15 ആയി. 5 3s are 15. എഗെയിൻ 3 3s are 9. 11 - 9 that is 2. ആ 2 നമ്മളിവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇത് 22 ആവും. 7 3s are 21. 22 - 21 is 1. ആ 1 നമ്മൾ 5ന് കൊടുക്കുന്നു. അപ്പോൾ ഇത് 15 ആയി. 5 3s are 15. എഗെയിൻ 3 1, 3 2s are 6. 7 - 6 is 1. ഇവിടെ 5ന് കൊടുത്തു. അപ്പോൾ 15 ആയി. 5 3s are 15. എഗെയിൻ ഇനി നമുക്ക് 3 കൊണ്ട് പറ്റില്ല അല്ലേ. 3യുടെ ഡിവിസിബിലിറ്റി എന്താണ്? ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഡിജിറ്റ്സിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ 5 + 1 6, 6 + 2 8. 8 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ ഇനി നമുക്ക് 5 കൊണ്ടേ പറ്റത്തുള്ളൂ. 12ൽ 5 2 ടൈംസ്, 5 2s are 10. 12 - 10 is 2. ആ 2നെ നമ്മൾ 5ന് കൊടുക്കുന്നു. അപ്പോൾ 25 ആയി. 5 5s are 25. 5 5s are 20. 5 × 1 5. ഓക്കെ, നമുക്കിങ്ങനെ കിട്ടി. അപ്പോൾ 27,000നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 2 × 2 × 2 × 3 × 3 × 3 × 5 × 5 × 5 ഇങ്ങനെ നമുക്ക് കിട്ടി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ് ഉണ്ട് അല്ലേ. 3 ടൈംസ് ഉണ്ട്. 5 3 ടൈംസ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കിതിനെ 2 ക്യൂബ് × 3 ടൈംസ് ആയതുകൊണ്ട് 3 ക്യൂബ്, 5 3 ടൈംസ് ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാം. ഇസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് 2 × 3 × 5 the whole cube എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു 3 2s are 6, 6 × 5 30 ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യൂബ് റൂട്ട്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമുക്ക് 27,000 എന്ന് പറയുന്നത് 30 ക്യൂബാണ് എന്ന് കിട്ടി. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 27,000 എന്തായിരിക്കും? 30 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 27,000ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നിങ്ങൾ ഇങ്ങനെ എഴുതുക. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ഞാൻ ഈ പറയുന്ന പോലെ എഴുതുക കേട്ടോ. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ക്യൂബ് റൂട്ട് 27,000 ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ നമുക്ക് 3
2 ഉണ്ട്, അതിൽ നിന്നൊരു 2 എടുക്കുന്നു. ഇവിടെ 3 3 ഉണ്ട്, അതിൽ നിന്നൊരു 3 എടുക്കുന്നു. ഇവിടെ 3 5 ഉണ്ട്, അതിൽ നിന്നൊരു 5 എടുക്കുന്നു. 3 2s are 6, 6 5s are 30 ഉണ്ട്. ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് എഴുതുമ്പോൾ ഇത്രയും നമുക്ക് വേണ്ട കേട്ടോ, ഈ സ്റ്റെപ്പുകൾ വേണ്ട, ബാക്കി എഴുതിയാൽ മതി. ഈ 2 മെത്തേഡിലും നിങ്ങൾക്ക് എഴുതാം. ആദ്യം ഞാൻ എഴുതിയ ഈ മെത്തേഡും എഴുതാം, രണ്ടാമത്തത് ഈ ഒരു മെത്തേഡിലും എഴുതാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ ഒരു മെത്തേഡിൽ ചെയ്യാം കേട്ടോ. 10,648. ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 5 2s are 10, 3 2s are 6, 2 2s are 4, 4 2s are 8. Again 2, 2 2s are 4, 5 minus 4 is 1. അപ്പോൾ ഇത് 13 ആയി. 6 2s are 12. 13 minus 12 is 1. അപ്പോൾ ഇത് 12 ആയി. 6 2s are 12, 2 2s are 4. Again 2, ഇവിടെ 1, 3 2s are 6, 3 2s are 6, ഇവിടെ 1. ഇനി ഇതിനെ നമുക്ക് എത്ര കൊണ്ട് ചെയ്യാം? ഇവിടെ നമുക്കിനി 11 കൊണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3 കൊണ്ട് 5 കൊണ്ട് 7 കൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ഇവിടെ നമുക്ക് 11 കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. 13 11 1 ടൈം. അപ്പോൾ 13 minus 11 is 2. ഇത് 23 ആയി. 23 11 2 times. അപ്പോൾ 22 ആകും. 23 minus 22 is 1. അപ്പോൾ ഇവിടെ 11 ആയി 1. Again 11 into 11 ആണ് 121. 11 1. അപ്പോൾ 10,648 ചെയ്തപ്പോൾ നമുക്ക് 2 into 2 into 2 into 11 into 11 into 11 എന്ന് കിട്ടി. അടുത്തത് എന്താ? ക്യൂബ് റൂട്ട്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 10,648 is equal to എന്ത് വരും? ഇവിടുന്ന് ഒരു 2 എടുക്കും, ഈ 3 11ൽ നിന്ന് ഒരു 11 എടുക്കും, is equal to 22. ഈ മെത്തേഡാണ് എളുപ്പമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച മെത്തേഡിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം കേട്ടോ. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് നമ്പർ വിൽ യു മൾട്ടിപ്ലൈ ബൈ 1323 ടു മേക്ക് ഇറ്റ് എ ക്യൂബ് നമ്പർ? അപ്പോൾ ഈ നമ്പറിനെ ഒരു ക്യൂബ് നമ്പർ ആക്കാൻ വേണ്ടി നിങ്ങൾ ഇതിൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്നറിയണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്ത് നോക്കണം? ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കണം. എന്നിട്ട് ഓരോ ഫാക്ടേഴ്സും 3 times വീതമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 3 times ഇല്ലാത്ത ഫാക്ടർ ഏതാണോ അതിനെ അപ്പോൾ അത് 3 ആക്കാൻ വേണ്ടി നമ്മൾ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 1 3 2 3. എത്ര കൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം അല്ലേ. 4 3s are 12. 13 minus 12 is 1. അപ്പോൾ ഇവിടെ 12 ആയി. 4 3s are 12. 3ൽ 1 time. Again 3, 1, 4 minus 3 is 1. അപ്പോൾ ഇവിടെ 14 ആയി. 4 3s are 12. 14 minus 12 is 2. ഇവിടെ 21. 7 3s are 21. Again 3, 4 3s are 12. 14 minus 12 is 2. അപ്പോൾ ഇവിടെ 27 ആയി. 9 3s are 27. ഇനി ഇതിനെ നമുക്ക് 7 7s ആണ് 49. അപ്പോൾ 7 കൊണ്ട് ചെയ്യാം. Again 7 1. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 1 3 2 3 is equal to 3 into 3 into 3 into 7 into 7 എന്ന് കിട്ടി. ഇവിടെ 3 times വരുന്നത് 3 മാത്രമേ ഉള്ളൂ. 7 എന്തില്ല? ട്രിപ്ലറ്റ് അല്ല. അപ്പോൾ എന്തെഴുതാം? ഹിയർ there is no triplet of 7, so 1 3 2 3 is not a perfect cube. To make it a cube number, എന്ത് ചെയ്യണം? ഇതിനെ ക്യൂബ് നമ്പർ ആക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 7 കൂടെ ഉണ്ടെങ്കിൽ ഇതെന്താവും? ക്യൂബ് നമ്പർ ആകും അല്ലേ. 7 ട്രിപ്ലറ്റ് ആവും. 3 ഓൾറെഡി ട്രിപ്ലറ്റ് ആണ്. അപ്പോൾ ഒരു 7 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ട്രിപ്ലറ്റ് ആവും. അപ്പോൾ എന്ത് ചെയ്യണം? ടു മേക്ക് ഇറ്റ് എ ക്യൂബ് നമ്പർ വി മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 7. അപ്പോൾ 1 3 2 3 എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് 3 into 3 into 3 into 7 into 7 into 7 എന്നാവും. അപ്പോൾ നമ്മളിവിടെ എക്സ്ട്രാ ഒരു 7 കൊണ്ടുകൂടെ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതെന്തായിട്ട് മാറും? 1 3 2 3യെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 9 2 6 1 എന്നായിട്ട് മാറും.
അപ്പോൾ ഈ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 7 ഇൻറ്റു 7 ഇൻറ്റു 7 എന്ന് പറയുന്നതാണ് 9261 വിച്ച് ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. അപ്പോൾ ഇവിടെ നമ്മളോട് ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും എന്നായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ. ദ നമ്പർ ബൈ വിച്ച് 1323 നീഡ്സ് ടു ബി മൾട്ടിപ്ലൈഡ് ടു മേക്ക് ഇറ്റ് എ ക്യൂബ് നമ്പർ ഈസ് 7. അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയും കൂടെ നിങ്ങൾ എഴുതിക്കണം കേട്ടോ.